السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു ഉപദേശമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹദി മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് അവിടുന്ന് പറയുകയാണ്, യാ നിസാ അൽ മുഅ്മിനീൻ, അല്ലയോ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ, ഇദാ അദ്നബത് ഇഹ്ദാകുന്ന ദംബൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു തിന്മ ജീവിതത്തിൽ അവർ ചെയ്യുകയാണെങ്കിൽ, ഫലാ തുഖ്ബിർന ബിഹിന്നാസ്, അതൊരിക്കലും നിങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കരുത്. വലിതസ്തഗ്ഫിറല്ലാഹ തബാറക വതആല വലിതതുബ് ഇലൈഹി, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബ ചെയ്തു കൊള്ളട്ടെ, അതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു കൊള്ളട്ടെ. എന്നിട്ട് അതിൻ്റെ കാരണവും മഹദി തന്നെ പറയുകയാണ്, ഫഇന്നൽ ഇബാദ യുഅയ്യിറൂൻ വലാ യുഗയ്യിറൂൻ, അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ഷേപിക്കുന്നവരാണ്. അതായത് ഒരു തിന്മ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അവരൊരിക്കലും അത് നേരെയാക്കാനോ മറ്റൊന്നും നിൽക്കില്ല. പക്ഷേ വലാ യുഗയ്യിറൂൻ, അവർ മാറ്റാൻ നിൽക്കൂല, മറിച്ച് യുഅയ്യിറൂൻ, അവർ എന്ത് ചെയ്യും, ആക്ഷേപങ്ങൾ പറയാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും പറയാണ്, വല്ലാഹു യുഗയ്യിറു വലാ യുഅയ്യിറു, അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും, അവരെ മാറ്റിപ്പിക്കുന്നവനാണ്, പക്ഷേ വലാ യുഅയ്യിറു, അവനൊരിക്കലും എന്ത് ചെയ്യില്ല, ആക്ഷേപം പറയുന്നവനല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലും സമാനമായ ഒരു ആശയം നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് കാണാം, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എല്ലാ ആളുകൾക്കും എന്തുണ്ട്, അവർക്ക് വിട്ടുവീഴ്ചയുണ്ട്, അവർക്ക് പുറത്തു കൊടുക്കപ്പെടും, പക്ഷേ ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ പരസ്യമായി പ്രഖ്യാപിക്കുന്ന, പരസ്യമായി ചെയ്യുന്നവർക്ക് ഒഴികെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ മുജാഹറത്ത് എന്ന് പറയുകയാണ്, അൻ യഅമല റജുലു ബില്ലൈലി അമലൻ, ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു പ്രവർത്തനം ചെയ്യും, സുമ്മ യുസ്ബിഹു വഖദ് സത്തറഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അത് മറച്ചു വെച്ച രീതിയിലാണ് എന്ത് ചെയ്യുക, അവൻ പ്രഭാതത്തിലാവും. എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത ഒരു തിന്മയും ഒരാളും തന്നെ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നിട്ട് ആ വ്യക്തി ഫയഖൂൽ യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദ വകദ, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവരോട് എന്ത് ചെയ്യും, അവൻ പറയും. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അൻഹു, അവൻ രാത്രിയിൽ മുഴുവൻ കഴിച്ചു കൂട്ടിയത് അല്ലാഹു സുബ്ഹാനഹു വതആല തിന്മ മറച്ചു വെച്ചു എന്നുള്ള അടിസ്ഥാന പോലെയാണ്. പക്ഷേ പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ ആ മറ, ആ തിന്മ ആരാണോ ചെയ്തത് അവൻ തന്നെ പൊളിച്ചു കളയുന്ന രൂപത്തിലാണ് അവൻ പ്രഭാതത്തിലായത് എന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല എന്ന്. നമ്മൾക്ക് ചിന്തിക്കും, നമ്മളൊക്കെ ഒരു തിന്മ ജീവിതത്തിൽ ചെയ്യുമ്പോഴേക്ക് ആരെങ്കിലും അത് പുറത്തു പറയുമോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും. മറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു രൂപം, അതായത് തിന്മയെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുക എന്നുള്ളത് വ്യാപകമായി തീർന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മറ്റൊരാൾക്കും കൂടി അത് ഷെയർ ചെയ്ത് അയാളും കൂടി കാണട്ടെ, അയാളും കൂടി മനസ്സിലാക്കട്ടെ എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇനി മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെയും നമുക്ക് ഏറ്റവും കൂടുതൽ ഫിത്നയുള്ള ഒരു സംഗതിയാണ് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പലരും സ്റ്റാറ്റസ് വെക്കുക മ്യൂസിക്കുള്ള വീഡിയോ ആയിരിക്കും, അതല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ ഔറത്ത് കൃത്യമായി മറക്കാത്ത ഫോട്ടോസുകളായിരിക്കും. ആ രൂപത്തിൽ തിന്മയെ യാതൊരു നിലക്കും വില കൽപ്പിക്കാതെ ആ രൂപത്തിൽ എന്ത് ചെയ്യും, പരസ്യമാക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യില്ല, പുറത്തു കൊടുക്കില്ല. കാരണം അതൊരു തിന്മയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. മ്യൂസിക് തിന്മയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു സ്ത്രീ പരിപൂർണമായും ഔറത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് മുജാഹറത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തിന്മകൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരാളോടും അത് അറിയിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അറിയിച്ചുകൊണ്ട്, അവനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, അവനോട് തൗബ ചെയ്തുകൊണ്ട് മാത്രമാണ് മുഅ്മിനീങ്ങൾ അത് പരിഹരിക്കേണ്ടത്. അതല്ലാതെ ആളുകളോട് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും എന്തില്ല, നമ്മൾ ഇനി എത്ര നന്നായാലും അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞാലും
അതൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്നത് പോവുകയുമില്ല. അവർ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.